അമേരിക്കയുടെ കണ്ണും കാതും കൂർപ്പിച്ച് സസൂക്ഷ്മമായിട്ടാണ് ഇറാന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ ഷഹേദ് ഡ്രോണുകൾ പോലെ തോന്നിക്കുന്ന ഡ്രോണുകൾക്ക് അതിനു മീതെ വട്ടമിട്ട് US-ന്റെ F-15 യുദ്ധവിമാനം പറന്നുയരുന്നതായിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതാകട്ടെ ഇറാഖിന്റെ ആകാശത്തിന് മുകളിലൂടെയാണ് ഈ ഡ്രോൺ പറന്നുയരുന്നതും. അമേരിക്ക അതിനെ വട്ടമിട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ വീഡിയോ പുറത്തു വന്നതിലോടുകൂടി തന്നെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാൻ പിന്തുണയുള്ള നിരവധി ചാനലുകൾ പങ്കിട്ട ഈ ദൃശ്യം അത് കൂടുതലായി തന്നെ പിന്തുടരുകയും, അതായത് ഈ ഒരു ഡ്രോണിനെ F-15 പിന്തുടരുന്നതായി തന്നെ കാണിക്കുകയും പിന്നീട് ഇതേ തുടർന്ന് വലിയൊരു സ്ഫോടനം അവിടെ നടക്കുകയും പുകപടലങ്ങൾ ആകാശത്ത് തന്നെ ഉയരുന്നതായി തന്നെ കാണാൻ സാധിക്കുന്ന വീഡിയോ ആണ് പങ്കിട്ടിരിക്കുന്നത്. ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ $1 മില്യൺ വില വരുന്ന അമേരിക്കൻ F-15 വിമാനത്തിന് കുറഞ്ഞത് 2 വില കുറഞ്ഞ 2000 ഇറാനിയൻ ഷഹേദ് 136 ഡ്രോണുകളെങ്കിൽ പോലും തടയാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇതിന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് F-15 യുദ്ധവിമാനത്തിന് ഈ ഡ്രോണുകളെ പോലും തടയാൻ കഴിയാത്ത വിധത്തിൽ ഇവരുടെ അത്യാധുനികമായ ഒരു മികവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതായി തന്നെ കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല, ഇറാഖിലെ എർബിലിലുള്ള ഒരു ബ്രിട്ടീഷ് എഞ്ചിൻ ഓയിൽ കമ്പനിക്ക് നേരെയാണ് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നിന്നാണ് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് വൻ തീപിടുത്തത്തിന് കാരണമാവുകയും ഇതുവരെ അമേരിക്കയോ അല്ലെങ്കിൽ സഖ്യകക്ഷികളോ സംഭവം സ്ഥിരീകരിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിൽ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ഒരു മോട്ടോർ ഓയിൽ പ്ലാന്റിന് നേരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇത് വൻ തീപിടുത്തത്തിന് കാരണമാവുകയും ചെയ്തു. എർബിൽ നഗരത്തിന് മുകളിൽ കുറഞ്ഞ പുക അതായത് കറുത്ത പുക ഉയരുന്നതായി കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. സർദാർ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കസോൾട്ട് ഓയിൽ പ്ലാന്റിൽ നേരെയാണ് വലിയ രീതിയിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്കായി തന്നെ ലോകം കാതോർത്തിരിക്കുകയായിരുന്നു. യുദ്ധം തുടങ്ങി 1 മാസം പിന്നിടുമ്പോൾ ഇതാദ്യമായിട്ടാണ് ട്രംപ് ഔദ്യോഗികമായി തന്നെ ലോകത്തോട് സംസാരിക്കുന്നത്. യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാനുള്ള നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. മാത്രമല്ല, ഇറാനെ നിലംപരിശാക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്നും അവസരത്തിൽ അദ്ദേഹം എടുത്തു പറയുകയും മാത്രമല്ല ഇറാന്റെ നാവികസേനയെ ഇല്ലാതാക്കിയെന്നും വ്യോമസേന തകർത്ത് തരിപ്പണമാക്കിയെന്നും ട്രംപ് ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി തന്നെ ട്രംപിന്റെ വാക്കുകളിലൂടെ ലോകം ഉറ്റുനോക്കുന്ന ആശങ്ക ഇല്ലാതായി എന്നതാണ് വസ്തുത. എന്നാൽ പൂർണ്ണമായും ഇല്ലാതായി എന്ന് പറയാൻ കഴിയില്ല എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. അതുപോലെ തന്നെ വലിയ രീതിയിൽ അദ്ദേഹം ആദ്യം ഈ ഒരു പ്രസംഗം ആരംഭിച്ചുകൊണ്ട് രാത്രിയോടുകൂടി തന്നെ, അതായത് ഒറ്റ രാത്രിയോടുകൂടി തന്നെ ഇറാന്റെ നാവികസേന ഇല്ലാതാക്കിയെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. അവരുടെ വ്യോമസേന തകർത്ത് തരിപ്പണമാക്കിയെന്നും അവരുടെ മിക്ക നേതാക്കളും കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്നതും ട്രംപ് ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.